തൃശ്ശൂർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11 സെൻറ്റ് സ്ഥലം, 2750 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, ഓപ്പൺ വെൽ, മെയിൻ റോഡിൽ നിന്ന് വെറും 200 മീറ്റർ മാറി, തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് കേവലം 7 കിലോമീറ്റർ അകലെ ഉള്ള ഈ വീടിന് സ്ഥിതി ചെയ്യുന്നത് തിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായിട്ടുള്ള പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീട് 10 വർഷത്തിൽ താഴെയാണ് പഴക്കമുള്ളത്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1 കോടി രൂപയാണ്. പ്രൈസ് കൂടുതൽ നെഗോഷ്യബിൾ അല്ല. അവിടുത്തെ ലാൻഡ് പ്രൈസ് തന്നെ 8-9 ലക്ഷം രൂപ ലാൻഡ് പ്രൈസിനുണ്ട്. നമുക്ക് ഈ വീടൊന്നിഞ്ഞ് കാണാം. അതിമനോഹരമായി തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വളരെ വിശാലമായ എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ചെടികളെല്ലാം വെച്ച് വളരെ മനോഹരമായി ഭംഗിയിരിക്കുന്നു. വൈറ്റ് ഫ്ലോറിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെർട്ടിഫൈൽ ടൈൽസ് തന്നെയാണ് ഉള്ളത്. വളരെ മനോഹരമായി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ചെറിയൊരു കോറിഡോർ, അതിലൂടെ അങ്ങനെ നീങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ലിവിംഗ് ഏരിയ. വളരെ മനോഹരമായി തന്നെയാണ് ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ബാക്ക് സൈഡിലാണ്, സെപ്പറേഷനാണ് ഡൈനിങ് ഏരിയ. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വളരെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് റൗണ്ട് ആകൃതിയിലുള്ള സ്റ്റെയർ കേസിലൂടെ അപ്സ്റ്റേഴ്സിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രൻസ്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ ഉള്ളത്. ഈ വീട് കിഴക്ക് എൻട്രൻസ് ആയിട്ടാണ്, കിഴക്ക് ദർശനമായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. ലൈറ്റ് ഇടാൻ മറന്നു. ഇനി ഒരു കോമൺ ബാത്റൂമും അതിനോടനുബന്ധമായി തന്നെയാണ് വേറൊരു ബെഡ്റൂമും താഴെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനിൽ നിന്ന് ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ബേസിനിലേക്കുള്ള സ്പേസും ഈ സൈഡിലായിട്ടാണ് വേറൊരു ബെഡ്റൂം ഉള്ളത്. ഇത് അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ടോയ്ലറ്റാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. തേക്കിൻ്റെയാണ് ഈ സ്റ്റെയർ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ്. പതുക്കെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്, അപ്സ്റ്റേഴ്സിന് 2 ബെഡ്റൂമാണ്. ഫ്ലഡ് ഇഷ്യൂസ് ഇല്ലാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് സ്കേഴ്സിറ്റി ഇല്ലാത്തൊരു മേഖലയിലാണ് ഇത് ഉള്ളത്. ഇത് ലിവിംഗ് ഏരിയ, അപ്സ്റ്റെയർ ലിവിംഗ് ഏരിയ ആണ്. ഇത് അപ്സ്റ്റെയറിലെ ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂമുകളെല്ലാം അറ്റാച്ച്ഡ് ആണ്. താഴത്തും 2 ബെഡ്റൂം ഉണ്ട്, മുകളിലും 2 ബെഡ്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് ആണ്. ഇനി ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. അപ്പർ ലിവിംഗ് ഏരിയ ആണ്. അപ്പർ ലിവിംഗ് ഏരിയ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത് അതിനോടനുബന്ധമായി തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി തൃശ്ശൂർ ഹോംസിന്റെ മുകളിൽ നമ്പറുമായി ബന്ധപ്പെടുക. ഇത് ഓപ്പൺ ടെറസ് ആണ്. ഗ്രില്ലെല്ലാണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്സ്റ്റേഴ്സിലേക്ക് ഉള്ള എൻട്രൻസും അവിടുന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണി കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാൽക്കണി. അപ്സ്റ്റേഴ്സിലൊക്കെ ഇരുന്ന് അതിമനോഹരമായി തന്നെ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാവുന്ന നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബാൽക്കണി. എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള വീട്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും ആവശ്യക്കാരുണ്ടെങ്കിലും മുകളിലെ നമ്പറുമായി തൃശ്ശൂർ ഹോംസുമായി